സാമ്പത്തിക ശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാവരും ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? ധാരാളം പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും നമ്മൾ ദിനം പ്രതി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രതിബന്ധങ്ങളെ അനുകൂലമായ സാഹചര്യങ്ങളാക്കി മാറ്റി നാം മുന്നേറുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ക്ലാസ്സുകൾ. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് സാമ്പത്തിക ശാസ്ത്രം പഠിക്കാനായി എത്തിയിരിക്കുകയാണല്ലോ. സാമ്പത്തിക ശാസ്ത്രം എന്നാൽ ഒരു സാമൂഹിക ശാസ്ത്രമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും അതിൻ്റെ നിർവഹണത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിപാദിക്കുന്നതാണ് സാമ്പത്തിക ശാസ്ത്രം. ഗൃഹഭരണം എന്നർത്ഥം വരുന്ന ഓയിക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രം ഉരുത്തിരിഞ്ഞു വന്നത്. ആദ്യകാലങ്ങളിൽ സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്രത്തിൻ്റെ ഭാഗമായി കണക്കാക്കിയിരുന്നു. എന്നാൽ 1776 ആഡം സ്മിത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻസ് പുറത്തിറങ്ങിയതോടെ സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയായി മാറി. അതുകൊണ്ട് തന്നെ ആഡം സ്മിത്തിനെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് വിളിക്കപ്പെടുന്നു. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ, സ്കോസിറ്റി ഡെഫിനിഷൻ തുടങ്ങി ഒട്ടനവധി നിർവചനങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രം 2 ഭാഗങ്ങളായാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ സാമ്പത്തിക വികസനം. രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള സാംഖ്യികം. ലെറ്റ് us go to the first part of our study, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകളെയും ഇന്ത്യ സ്വീകരിച്ച വികസന നയങ്ങളെയും പ്രതിപാദിക്കുന്നതാണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. We can study the textbook in 4 units. Firstly, developmental policies and experience. വികസന നയങ്ങളും അനുഭവങ്ങളും 1947 മുതൽ 90 വരെ. രണ്ടാം ഭാഗത്തിൽ എക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ. In the third part, we analyze the current challenges facing the Indian economy. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. പോവർട്ടി, ദാരിദ്ര്യം, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന രൂപീകരണം, റൂറൽ ഡെവലപ്മെൻറ്റ്, ഗ്രാമങ്ങളുടെ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി തുടങ്ങി ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെയും അതിന് സ്വീകരിച്ച നയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇൻ ദ ഫോർത്ത് സെഗ്മെൻറ്റ് വി ഹാവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ്, വികസന അനുഭവങ്ങൾ. ഒരു താരതമ്യ പഠനം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള താരതമ്യ പഠനം. While we go to the second part of our study, statistics for economics, we discuss how statistics proves to be a fundamental part of economics. We discuss how data is to be collected, how it is organized, how it is presented, and how the statistical tools like mean, median, mode, mean deviation, standard deviation, correlation and index numbers are used to analyze data to draw meaningful conclusions. Let us go to the first part of our study, Indian economic development, ഇന്ത്യൻ സാമ്പത്തിക വികസനം. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നീ വാക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എന്താണ് എക്കോണമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ? വളരെ ലളിതമായി പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ എന്നാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളെന്ന് ലളിതമായി വിളിക്കാം. അങ്ങനെയെങ്കിൽ എന്താണ് ദേശീയ വരുമാനം? താഴ്ന്ന ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ദേശീയ വരുമാനമെന്ന്. ദേശീയ വരുമാനം എന്നാൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു നിശ്ചിത സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ്. അതായത് നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ എക്കോണമി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നോർമലി ഇറ്റ് ഈസ് 1 year. ഈ ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. വെരി ഗുഡ്. ഉൽപാദനം, ഉപഭോഗം, വിതരണം. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി ദേശീയ വരുമാനത്തിന് വർധന ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ ആ രാജ്യത്തിൻ്റെ വികസനമായി മനസ്സിലാക്കാം. അതിനെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ആസ് വി ഓൾ നോ, India is one of the fastest growing economies of the world. Now India ranks its 5th position among the top 10 world economies according to IMF. The present structure of the Indian economy is not just of current making. It has its roots steeped into history, particularly the colonial period. കൊളോണിയൻ ഭരണകാലത്തെക്കുറിച്ചും അത് ഇന്ത്യയിലുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും താഴ്ന്ന ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പുസ്തകത്തിൽ 4ാം അധ്യായത്തിൽ ബ്രിട്ടീഷ് നയങ്ങളും ചെറുത്തുനിൽപ്പുകളും എന്ന ഒരു അധ്യായം നമ്മൾ പഠിക്കുകയുണ്ടായില്ലേ? അതൊന്ന് ഓർത്തു നോക്കൂ മക്കളെ. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വർക്ക്ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സെക്ടേഴ്സ്, വിവിധ മേഖലകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിലെ ബ്രിട്ടീഷ് നയങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയത്? ഓർത്തു നോക്കൂ. എന്തൊക്കെയാണ്? യെസ്, ഏതൊക്കെ മേഖലകളാണ്? കാർഷിക മേഖല. വെരി ഗുഡ്. പിന്നെ ഏതാ ഒരു മേഖല കൂടിയുണ്ടല്ലോ? യെസ്, വ്യാവസായിക മേഖല. കാർഷിക മേഖല, വ്യാവസായിക മേഖല. ഇനി എന്താ നമ്മൾ മനസ്സിലാക്കിയത്? കാർഷിക മേഖലയിൽ ഭൂവുടമ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടിയുണ്ടല്ലോ. യെസ്, എന്താണ്? കൃഷിയുടെ വാണിജ്യവൽക്കരണം. വെരി ഗുഡ്. രണ്ടാമത്തെ മേഖലയിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? യെസ്, ഡിക്ലൈൻ ഓഫ് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഒരു പോയിന്റ് കൂടിയുണ്ടല്ലോ. എന്താ അത്? യെസ്, എമർജൻസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ്, നൂതന വ്യവസായങ്ങളുടെ ആവിർഭാവം. ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നയങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ almost 200 years. The sole purpose of the Britain was to make India a mere supplier of raw materials to the upcoming industries in Britain. കഴിഞ്ഞ 7 പതിറ്റാണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചറിയാൻ കൊളോണിയൽ ഭരണകാലത്തെ ചൂഷണാത്മകമായ നയങ്ങൾ വിലയിരുത്തുന്നത് അനിവാര്യമാണ്. So let us have our first chapter, Indian economy on the eve of independence. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻപ്. ഈ അധ്യായം 4 ഭാഗങ്ങളായി നമുക്ക് പഠിക്കാം. In the first head we have pre-British India. In the second head we can study the economic condition of India during the British. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ ബ്രിട്ടീഷ് ഭരണകാലത്ത്. മൂന്നാമതായി ബ്രിട്ടീഷ് റൂൾ ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്.
ബ്രിട്ടീഷ് ഭരണം വിവിധ മേഖലകളിൽ അതിൻ്റെ ഫലങ്ങൾ. നാലാമതായി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ. Let us discuss the first part. Pre-British India. ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുൻപുള്ള ഇന്ത്യ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുൻപ് ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരുന്നു? സ്വതന്ത്രമായിരുന്നോ? യെസ്. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്കോണമി. സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ എന്തിനെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്? യെസ്, ഓഫ് കോഴ്സ്, കാർഷിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വൈവിധ്യമാർന്ന കൃഷികളാലും മത്സ്യസമ്പത്താലും കന്നുകാലി വളർത്തലുമായൊക്കെ സമ്പന്നമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപേയുള്ള ഇന്ത്യ. ഇതുമാത്രമായിരുന്നോ? ധാരാളം വ്യവസായങ്ങളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണത്? യെസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണി വ്യവസായം, പിന്നെയോ ലോഹ നിർമ്മാണങ്ങൾ, പിന്നെയോ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. വിവിധങ്ങളായ കരകൗശല ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലും പരിസര പ്രദേശത്തും നിർമ്മിച്ചിരുന്ന ധാക്ക മസ്ലിൻ, അതിൻ്റെ മുന്തിയ ഇനമായ മൽമൽ എന്ന തുണിയും അന്താരാഷ്ട്ര വിപണിയിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു. The Indian goods enjoyed worldwide reputation and demand. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ വിദേശ മാർക്കറ്റിൽ നല്ല പ്രശസ്തിയും ഡിമാൻഡും നേടിയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുള്ള ഇന്ത്യയുടെ അവസ്ഥ ഏകദേശം മനസ്സിലായി. As we move to the second part of our study, the economic condition of India during the British period. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ ബ്രിട്ടീഷ് ഭരണകാലത്ത്. The policies of the Britain brought about a fundamental change in the Indian economy. They were mainly concerned with their own interest, transforming India into a mere supplier of raw materials and importer of finished goods or a market for the finished goods. ഇന്ത്യയിലെ കൊളോണിയൽ ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഘടന തന്നെ മാറ്റിക്കളഞ്ഞു. ഇന്ത്യയെ അസംസ്കൃത പദാർത്ഥങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുക, ബ്രിട്ടനിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരുന്ന നൂതന വ്യവസായങ്ങൾക്ക് അസംസ്കൃത പദാർത്ഥങ്ങളെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റി. അതുപോലെ തന്നെ ബ്രിട്ടനിലെ അന്തിമ വസ്തുക്കളുടെ ഒരു കമ്പോളമായും ഇന്ത്യയെ മാറ്റി. ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും എന്താണെന്ന് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? എന്താണ് ദേശീയ വരുമാനം എന്നാൽ? ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക. എന്നാൽ പ്രതിശീർഷ വരുമാനമോ? യെസ്, എന്താണ്? മൊത്തം വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ്. ഇത്തരത്തിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒരു സമ്പദ് വ്യവസ്ഥയുടെ വികസനം സൂചകങ്ങളാണ്. The British government never made any sincere efforts to calculate national income and per capita income. Dadabhai Nauroji, V.K.R.V. Rao, William Digby, Finlay Shiras and R.C. Desai were the notable persons who made individual efforts to calculate national income and per capita income. ഇതിൽ V.K.R.V. റാവുവിൻ്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ദോഷമായി ബാധിച്ചുവെന്നും അതുമൂലം വികസന സൂചകങ്ങളുടെ വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു എന്നുമാണ്. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century, the growth rate of real GDP was only 2%, and growth of per capita income was very meager, only 0.5%. 2019 എക്കണോമിക് സർവേ പ്രകാരം
റിയൽ GDP ഗ്രോത്ത് റേറ്റ് 5%, പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് 4.8%. ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. So from all these points we can say that during the British period the economic development of India was very low. So we can go to the third part of the chapter, British rule and different sectors. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഏതാണ്? യെസ്, എല്ലാവർക്കും അറിയാം, അഗ്രികൾച്ചർ സെക്ടർ. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടറിനെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞത്? യെസ്, ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് ആൾസോ Indian economy remained strictly agrarian. About 85% of the population depended agriculture for their livelihood. But the agriculture sector was stagnant and deteriorating during the British period. സ്ക്രീനിൽ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. താഴ്ന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിവ് വെച്ച് ഇതൊന്ന് പൂർത്തീകരിക്കൂ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂവുടമ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഒന്നാമതായി ജമീന്ദാരി സമ്പ്രദായം. പൂർത്തീകരിച്ച് നോക്കൂ കുഞ്ഞുങ്ങളെ, പെട്ടെന്നാകട്ടെ. യെസ്, ജമീന്ദാരി സമ്പ്രദായം എവിടെയാണ് നിലനിന്നത്? ബംഗാൾ. യെസ്, വെരി ഗുഡ്. ബീഹാർ, ഒറീസ, വാരാണസി. ഇതിൽ ആർക്കായിരുന്നു ഉടമസ്ഥത ആർക്കായിരുന്നു ജമീന്ദാരി സമ്പ്രദായത്തിൽ? യെസ്, ആർക്കാണ്? ജമീന്ദാർക്ക്. നികുതി ആരാണ് പിരിച്ചിരുന്നത്? ജമീന്ദാർമാർ. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് 1793. സെക്കൻഡ് സിസ്റ്റം ഏതാണ്? റൈറ്റ് വാല്യൂ സിസ്റ്റം. എവിടെയൊക്കെയാണ് നടപ്പിലാക്കിയത്? ദക്ഷിണേന്ത്യയിൽ, മദ്രാസ്, കൂർഗ്, പാർട്സ് ഓഫ് ആസാം. ആർക്കായിരുന്നു ഭൂ ഉടമസ്ഥാവകാശം? കർഷകർക്കാണ്. യെസ്, വെരി ഗുഡ്. നികുതി പിരിച്ചിരുന്നത് ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്തതോ? തോമസ് മൺട്രോ 1820. മഹൽവാരി സിസ്റ്റം എവിടെയാണ് നിലനിന്നത്? വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ. ഗാൻജറ്റിക് പ്ലെയിൻസിലൊക്കെയാണ് നിലനിന്നത്. ആരാണ് ഭൂമിയുടെ അവകാശം ആർക്കാണ്? കർഷകർക്ക്. നികുതി പിരിച്ചിരുന്നത് ഗവൺമെൻറ് നേരിട്ട്. നടപ്പിലാക്കിയതോ? വില്യം ബെൻഡിക് 1833. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഇതിൽ നിന്ന് നമുക്ക് കാരണങ്ങളിലേക്ക് പോകാം. ദ എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടൻ. ബ്രിട്ടീഷ് ഭരണകാലത്തെ ചൂഷണാത്മക നയങ്ങളാണ് കാർഷിക മേഖല തകരാറിലാകാൻ കാരണമായത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ആണ് ഇന്ത്യൻ കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. അതായത് ഭൂമി വ്യവസ്ഥയും നികുതി വ്യവസ്ഥയും, ലാൻഡ് സെറ്റിൽമെൻറ്റും റവന്യൂ സെറ്റിൽമെൻറ്റും. ഈ വ്യവസ്ഥകളിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ജമീന്ദാരി സമ്പ്രദായമാണ്. ജമീന്ദാരി സമ്പ്രദായം ഒരു ത്രിതല സമ്പ്രദായമാണ്. ഏറ്റവും മുകളിലായി ബ്രിട്ടീഷ് ഗവൺമെൻറ്, മധ്യത്തായി മധ്യവർഗക്കാർ അല്ലെങ്കിൽ ഇടനിലക്കാർ അല്ലെങ്കിൽ ജമീന്ദാസ്, ഏറ്റവും താഴെയായി കർഷകർ, ടെനൻസ്, കുടിയാന്മാർ. ജന്മി കുടിയാൻ സമ്പ്രദായത്തെക്കുറിച്ച് 10ാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലാവിലെ കഞ്ഞി എന്ന തകഴിയുടെ 2 ഇടങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങൾ. അതിൽ നിന്ന് ഏറെക്കുറെ നിങ്ങൾക്ക് ചൂഷണാത്മക നയങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. ദ ജമീന്ദാസ് കളക്റ്റഡ് ടാക്സ് ഫ്രം ദ പെസൻസ് വിത്തൗട്ട് റിഗാർഡിംഗ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പെസൻസ്. The revenue settlement aggravated the exploitation because
The zemindars have to pay a fixed sum of money in a stipulated time to the government. If they fail to pay the tax, their right will be taken away from them. This fear aggravated the exploitation. ലാൻഡ് സെറ്റിൽമെൻറ്റ്, റവന്യൂ സെറ്റിൽമെൻറ്റ്, ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർ പിന്തുടർന്നു വന്ന ചൂഷണാത്മക നയങ്ങൾ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. So the second reason, commercialization of agriculture. Shift from food crops to cash crops. ചിത്രത്തിൽ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കുറേയധികം വിളകളുടെ പേര് തന്നിട്ടുണ്ട്. അതിനെ ഒന്ന് തരംതിരിച്ചെഴുതാമോ? ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും. എഴുതി കഴിഞ്ഞോ എല്ലാവരും? എന്താ കിട്ടിയത്? ഫുഡ് ക്രോപ്സിൻ്റെ ഭാഗത്ത് റൈസ്, വീറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബാർലി. വെരി ഗുഡ്. ക്യാഷ് ക്രോപ്സോ? ഇൻഡിഗോ, കോട്ടൺ, ഷുഗർ കെയിൻ, ജൂട്ട്, ഓയിൽ സീഡ്സ്. സോ ഭക്ഷ്യവിളകളും നാണ്യവിളകളും നമുക്ക് മനസ്സിലായി. ഇത്തരത്തിലുള്ള മാറ്റം കാർഷിക മേഖലയെ ബാധിച്ചു. ഓഫ് കോഴ്സ് there are some evidences of high yield of cash crops in some areas of India, but it could hardly benefit the economic condition of peasants. Lack of technology and resource was also another reason for the stagnation of Indian agriculture. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ കുടിയാന്മാർ, പാട്ടക്കാർ, ചെറുകിട കർഷകർ ഒക്കെ ഉപയോഗിച്ചിരുന്നത് പ്രാചീനവും പരമ്പരാഗതവുമായ സാങ്കേതിക വിദ്യകളാണ്. എന്തായിരിക്കും? കാളയും കലപ്പയും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പിന്തുടർന്നു വന്നത്. വിഭവങ്ങളും വളരെ കുറവായിരുന്നു. ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇതുകൂടാതെ ലെസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെറസിംഗ്, ഫ്ലഡ് കൺട്രോൾ, ഡ്രെയിനേജ്, desalinization of soil, minimum use of fertilizers were also noted as the reason for stagnation. Lack of irrigation അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങളുടെ അഭാവവും മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതുകൂടാതെ കുന്നുകളിൽ കൃഷി ചെയ്യുന്ന ടെറസ് രീതിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും അഴുക്കുചാൽ നിർമ്മാണത്തിനുമൊക്കെയായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിക്ഷേപങ്ങൾ ചെയ്തിരുന്നില്ല. ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. സോ വി ക്യാൻ കൺക്ലൂഡ് ദ റീസൺസ് ആസ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് പോളിസീസ് ഓഫ് ദ ബ്രിട്ടൻ, commercialization of agriculture, lack of technology and resource, less investment in terracing, flood control, drainage, desalinization of soil, use of minimum fertilizers. ഈ കാരണങ്ങളൊക്കെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായതായി കരുതാം. ഇന്ന് നമ്മൾ ആദ്യം ഈ വർഷത്തെ പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. ശേഷം ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിലെ ആദ്യ ചാപ്റ്ററിലെ ആദ്യ ഭാഗങ്ങൾ മനസ്സിലാക്കി. അസൈൻമെൻറ്റായി ഇതെഴുതി നോക്കൂ. ബ്രീഫ്ലി നറേറ്റ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു എന്ന് ചുരുക്കി എഴുതുക. ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ദ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ എഴുതുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്